നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും ഒരു കനത്ത സെൽ ഓഫ് നടന്നു. ഓൾറെഡി തന്നെ PSU സെക്ടർ, എസ്പെഷ്യലി PSU ബാങ്ക് എല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ സെൽ ഓഫിന് ശേഷം ഒരു ഗെയിൻ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ എല്ലാ പോയിന്റുകളും ചോർന്നു പോയി. നിഫ്റ്റി ഇന്ന് 150 പോയിന്റിലേറെ ഫോൾ രേഖപ്പെടുത്തി. സെൻസെക്സ് 500 പോയിന്റിലേറെ ഫോൾ രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റി 750 പോയിന്റിലേറെ ഫോൾ രേഖപ്പെടുത്തി. ഒട്ടുമിക്ക സ്റ്റോക്കുകളും വലിയ സീവിയർ സെൽ ഓഫിൽ തന്നെയാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് തിരിച്ച് വരാനായിട്ട് പരമാവധി ശ്രമിച്ചു. പിന്നെ വീണ്ടും ഓരോ പോയിന്റിലും മാർക്കറ്റ് ഉയരാനായിട്ട് ശ്രമിക്കുമ്പോഴും വീണ്ടും കനത്ത സെൽ ഓഫിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നുണ്ടായിരുന്നത്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും ഓപ്പൺ ഇൻട്രസ്റ്റും സ്റ്റോക്കുകളുടെ ന്യൂസുകളും എല്ലാം തന്നെ നമുക്ക് 1 by 1 ഡിസ്കസ് ചെയ്യാം. ആദ്യം നിഫ്റ്റിയുടെ ചാർട്ടാണ് 21,819. അതിനുശേഷം നിഫ്റ്റി 21,612 നിഫ്റ്റിയുടെ ക്ലോസ്. അപ്പോൾ ഓരോ 21,650 സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും ഉയർന്നു. എന്നാൽ വീണ്ടും സെൽ ഓഫ്. 21,612 സപ്പോർട്ട് എടുത്ത് വീണ്ടും 21,700, എന്നാൽ വീണ്ടും സെൽ ഓഫ്. നിഫ്റ്റി ഓരോ പോയിന്റിലും ഉയരുമ്പോഴും കനത്ത രീതിയിൽ നിഫ്റ്റീനെ സെല്ല് ചെയ്ത് താഴേക്ക് ബിയേഴ്സ് ഇട്ടിട്ടുണ്ട്. NSEയിൽ 350 കമ്പനീസ് മാത്രം ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. 1,848 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് നിഫ്റ്റിയിൽ തിരിച്ച് ഗെയിൻ ചെയ്യാനായിട്ട് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ റെഡ്ഡി, അപ്പോളോ ഹോസ്പിറ്റൽ, ഡിവിസ് ലാബ് എല്ലാം ഫാർമ സെക്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനീസാണ്. IT കമ്പനിയായിട്ടുള്ള വിപ്രോയും HCL ടെക്കും 2.5% മുകളിൽ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കനത്ത ഇടിവ് നിഫ്റ്റി 50 ഉണ്ടാക്കിയിട്ടുള്ളത് കോൾ ഇന്ത്യ 5%, ഹീറോ മോട്ടോകോർപ്പ് 4.5%, BPCL, ONGC, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ കമ്പനീസാണ് ഫോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ നിഫ്റ്റി 50 അല്ലാതെയുള്ള നിഫ്റ്റി നെക്സ്റ്റ് 50 100 മിഡ് ക്യാപ്പ് കമ്പനീസിലും എല്ലാം തന്നെ കനത്ത സെൽ ഓഫാണ് നടന്നത്. 10%, 15%-ലേറെയൊക്കെ ഫോൾ ഉണ്ടാക്കി. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. 45,716 എന്നൊരു ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 700 പോയിന്റിലേറെ ഇടിഞ്ഞ് 44,887 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത്. 45,200 ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകാൻ ശ്രമിച്ചു. എന്നാൽ വീണ്ടും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരേ ഡയറക്ഷനിലേക്ക് ബാങ്ക് നിഫ്റ്റി താഴെ വന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ നിഫ്റ്റി 21,616 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. PCR ആദ്യം തന്നെ PCR നോക്കാം. 0.7 22,000 ഹയർ കോള് ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് കളർ കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. സപ്പോർട്ട് ഏരിയകളൊന്നും തന്നെ വളരെ വീക്കാണ്. 21,500, 400, 300 തന്നെ കുറച്ച് ആളുകൾ ചെക്ക് കയറിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ സ്ഥിതിഗതികൾ അതിലും കഷ്ടമാണ്. PCR 0.6 ആയിട്ടുണ്ട്. കോൾ ഏകദേശം 3 lakh, പുട്ട് 1.9, 46,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് വന്നിട്ടുണ്ട്. പുട്ട് സൈഡിൽ 44,000 നിലവിലുള്ള കുറച്ചെങ്കിലും ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത് 44,882 എന്ന റേഞ്ചിലാണ്. നമുക്ക് വിശദമായിട്ട് ഇനി ഗ്ലോബൽ മാർക്കറ്റും നമ്മുടെ മാർക്കറ്റിലെ ന്യൂസുകളും നമുക്ക് നോക്കാം. ഇന്നലെ കോഴിക്കോട് വെച്ച് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ പൊതുവെ ലൂണാർ ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മാത്രം ഒരു സ്റ്റുഡൻറ്റ് വന്നിരുന്നു. ക്ലാസ്സുകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി വരുന്ന ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ കൊച്ചിയിൽ വെച്ച് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ബുക്ക് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാൻ ഏറ്റവും താഴെ നോക്കാം. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 3.96% സ്പൈക്ക് ഉണ്ടാക്കി 16 എത്തി നിൽക്കുന്നുണ്ട്. ബിറ്റ് കോയിൻ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് 592 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 47,829. അതിന് മുകളിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റാണ്. ആദ്യം റഷ്യനാണ്, MOEX റഷ്യനാണ് ഫ്ലാറ്റ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റാണ് സ്ലൈറ്റ്ലി ഫ്ലാറ്റാണ്. അതിന് മുകളിലുള്ളത് ആക്ച്വലി ഇന്ന് ട്രേഡ് ചെയ്തിരുന്നില്ല. ഏഷ്യൻ മാർക്കറ്റിൽ ഓസ്ട്രേലിയ മാത്രമാണ് പൊതുവേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $222 per ounce എന്ന നിലയിലാണ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത്. ഗോൾഡിനെ പറ്റി പറയുമ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് പുതിയ സീരീസ് ഫെബ്രുവരി സീരീസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഡിസംബർ സീരീസ് ഓൾറെഡി തന്നെ സർവോദയയിൽ അവൈലബിൾ ആണ്.
പൊതുവെ ആളുകൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യാറുണ്ട്, പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യാറുണ്ട്, ബാങ്കിൽ നിന്ന് ആളുകൾ സോവറിൻ ഗോൾഡ് ബോണ്ടൊക്കെ ബൈ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾക്ക് നമ്മളുടെ ബ്രോക്കറിൽ ത്രൂ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് SCB വാങ്ങാം, സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് SCB വിൽക്കാം. ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും, ഗോൾഡിൻ്റെ അപ്രീസിയേഷൻ കിട്ടും, ക്യാഷ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ SCB RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പെർ ഗ്രാമിന് 50 രൂപയൊക്കെ കുറവുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല, നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. വാർത്തകൾക്ക് മുമ്പ് ഈ ഒരു ആഴ്ച ഒരുപാട് ഈവൻ്റ് ഉണ്ട്. US-ലെ ഇൻഫ്ലേഷൻ, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ, GDP, അങ്ങനെ ഒരുപാട് ഈവൻറ്റുകൾ നിറഞ്ഞ ഒരു വീക്കാണ്. അതുകൊണ്ട് തന്നെയാണ് വിക്സൊക്കെ ഉയർന്നതും മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ വോളറ്റിലിറ്റി ആകുന്നതും. സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കാം. MSCI ഇന്ത്യ ഇൻഡെക്സിലേക്ക് PNBയും BHELും തുടങ്ങിയ കമ്പനീസ് ആഡായി എന്നുള്ള ന്യൂസ്. ആംബർ എൻ്റർപ്രൈസസ് കമ്പനി 11% ഇടിവ്, വീക്കായിട്ടുള്ള റിസൾട്ടാണ് കാരണം. IPO അപ്പാജി സുരേന്ദ്ര പാർക്ക് ഹോട്ടൽ 155 രൂപയായിരുന്നു ഇവരുടെ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. 187 രൂപയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 20% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. SCBN കമ്പനി ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ജലസേചന, ഡാം കൺസ്ട്രക്ഷൻ എല്ലാം തന്നെ നടത്തുന്ന കമ്പനിയാണ്. ഈ തവണ റിസൾട്ട് വളരെ വീക്കായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 51% ഒരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇന്ന് 17% ഒരു സീവിയർ സെല്ല് നടന്നു. മദേഴ്സൺ സുമി നെറ്റ് പ്രോഫിറ്റ് 27% ഉയർന്ന് 6,633 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 27% ഉയർന്നു. ഓറമിൻഡോ ഫാർമ അവരുടെ പുതിയ മസ്കുലർ പെയിന് ഉള്ളൊരു ടാബ്ലറ്റിന് US-ലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടി. JSW ഗ്രൂപ്പ് അടുത്തിടെ 45,000 കോടി രൂപ മുടക്കി പുതിയ പ്ലാന്റ്, ഇലക്ട്രിക്കൽ കാറ് നിർമ്മാണം, ഒഡീഷയിലാണ് ഇവരുടെ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് 3 ലക്ഷം കാറുകൾ പ്രതിവർഷം അവർ ഉൽപ്പാദിപ്പിക്കുമെന്ന് കമ്പനി അറിയിച്ചു. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി, ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനി, നെറ്റ് പ്രോഫിറ്റ് 8% ഉയർന്നു. 1,253 കോടി രൂപ കരസ്ഥമാക്കി. സ്റ്റോക്ക് 22 രൂപ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഭാരത് ഫോർജ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31% ഉയർന്ന് 377 കോടി രൂപ കരസ്ഥമാക്കി. ഡിവിഡൻഡ് 2 രൂപ 50 പൈസ പ്രഖ്യാപിച്ചു. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 77% ഉയർന്ന് 626 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 30% ഉയർന്നു. മിൻഡ കോർപ്പ് കമ്പനി ജപ്പാനീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് സ്മാർട്ട് വെഹിക്കിൾ ആക്സസ് സിസ്റ്റംസ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരു കമ്പനികളും ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. NHPC കമ്പനി ഇന്ന് സീവിയർ സെൽ ഓഫ് നടന്നു. നെറ്റ് പ്രോഫിറ്റ് 672 കോടി രൂപയിൽ നിന്ന് 490 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞതാണ് പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണം. സ്കിപ്പേഴ്സ് 7 കോടി രൂപയിൽ നിന്ന് 17 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. BASF ഇന്ത്യ അവർ 54 കോടി രൂപയിൽ നിന്ന് 212 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. സീമക്ക് 2 കോടി രൂപയിൽ നിന്ന് 56 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. എഡൽവൈസ് ഫിനാൻസ് കമ്പനി 100 കോടി രൂപയിൽ നിന്ന് 125 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. ആമിയോ ഓർഗാനിക് കമ്പനി 22 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയിലേക്ക് പ്രോഫിറ്റിൽ ചെറിയൊരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനികളുടെ ഡിവിഡൻഡ് ഡീറ്റെയിൽസും കമ്പനികളുടെ മറ്റുള്ള റിസൾട്ട് ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ട്രേഡ് ബഡ്ഡി ടാബിൽ എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.